നമസ്കാരം. 2025 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അതുപോലെ 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിലുള്ളപ്പോൾ എന്തിനാണ് തിരക്ക് പിടിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് എന്നാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാകാത്തത്. കെ സുധാകരനെ മാറ്റണമെന്ന കാര്യത്തിൽ ശാഠ്യം പിടിക്കാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി സജ്ജമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ് വേണ്ടുന്നത്. കെ സുധാകരന് 76 വയസ്സായെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ശൗര്യത്തോടുകൂടി നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും കോൺഗ്രസ് പാർട്ടിക്ക് അടുത്തു നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുതൽക്കൂട്ടാകും. ഇന്നത്തെ പരിസ്ഥിതിയിൽ പിണറായി വിജയനെയും അതുപോലെ അദ്ദേഹം നയിക്കുന്ന ഗവൺമെൻറ്റിനെയും രാഷ്ട്രീയമായി കട്ടക്ക് നേരിടുവാൻ കഴിവുള്ള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും നല്ല നേതാവാണ് കെ സുധാകരൻ. നിയമസഭയിൽ VD സതീശൻ എല്ലായ്പ്പോഴും ഗർജിക്കുമ്പോൾ നിയമസഭയ്ക്ക് പുറത്ത് കെ സുധാകരൻ്റെ രാഷ്ട്രീയ ഗർജനങ്ങളാണ് ലക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴങ്ങി കേൾക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിൽ നിന്നും കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് പിന്തിരിയുമെന്നാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്.